വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നെഞ്ചിടിപ്പിലാണ് മുന്നണികൾ. 9-ൽ 8 സീറ്റുകളിലും 2021 ജയിച്ച ഇടതുമുന്നണിക്ക് ഇക്കുറി നേരിയ ആത്മവിശ്വാസ കുറവുണ്ട്. ഏറ്റവും കുറഞ്ഞത് 4 സീറ്റുകളിലെങ്കിലും വിജയമുറപ്പെന്ന കണക്കുകൂട്ടലിലാണ് UDF. പ്രവചനാതീതമായി തുടരുകയാണ് അമ്പലപ്പുഴയും കായംകുളവും. 2021 അപേക്ഷിച്ച് ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ്. 77.39%, 3.29% വർധന. SIR-ഉം രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിഗണിക്കുമ്പോഴും മുന്നണികൾക്ക് ചങ്കെടുപ്പ് കൂട്ടുന്നതാണ് പോളിംഗ് കണക്കുകൾ. വോട്ടിംഗ് ശതമാനം കൂടിയത് ആർക്ക് ഗുണകരമാകുമെന്നാണ് ആകാംക്ഷ. കടുത്ത മത്സരം നടന്ന അമ്പലപ്പുഴ, അരൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ 80% പിന്നിട്ടു. അമ്പലപ്പുഴയിൽ G. സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി മറികടക്കാൻ CPIM പ്രയോഗിച്ച തന്ത്രങ്ങൾ ഫലിക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. പതിവിന് വിപരീതമായി ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയ വോട്ടർമാർ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ്. അരൂരിലും കായംകുളത്തും LDF-ന് വലിയ പ്രതീക്ഷയില്ല. മാവേലിക്കര, ചെങ്ങന്നൂർ, ചേർത്തല, ആലപ്പുഴ മണ്ഡലങ്ങളിൽ വിജയമുറപ്പെന്നും LDF. അരൂർ, കായംകുളം, കുട്ടനാട്, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ വിജയമുറപ്പെന്നാണ് UDF വിലയിരുത്തൽ. ബൂത്ത് തല കണക്കുകളുടെ പരിശോധനയിലാണ് മുന്നണികൾ. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, G. സുധാകരൻ, സജി ചെറിയാൻ, P. പ്രസാദ്, വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി രാഷ്ട്രീയ VIP വോട്ടുകൾ നിരവധി ഉണ്ടായിരുന്ന ആലപ്പുഴയുടെ ജനവിധി എന്തെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.